ഹായ്. സോ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതൊരു സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ റൂമിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ ഒരു പോട്ട്സ് ഞാൻ വാങ്ങി വെച്ചിട്ട് ഒരു മാസത്തിന് മേലെയായി. ആൻഡ് ഇത് 5 എണ്ണത്തിന് 200 അങ്ങനെ എന്തോ ആയിരുന്നു. ഭയങ്കര വിലക്കുറവിൽ ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ ഞാൻ പുറത്ത് വന്നപ്പോൾ അമ്മ ചാണകം മെഴുകുന്നു. ആക്ച്വലി ഇതെന്തെന്നറിയോ, ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ നിന്ന് പറ വരും. അപ്പം ഇങ്ങനെ നമ്മൾ ചാണകം മെഴുകിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൂവൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച് വെക്കും. അപ്പോൾ ഈ 5 പ്ലാന്റ്സാണ് ഞാൻ ഈ പോട്ടിലേക്ക് മാറ്റുന്നത്. അപ്പം ഞാൻ അമ്മൂമ്മയുടെ കൃഷിസ്ഥലത്ത് പോയി കുറേ മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ചെടികൾ ഒന്ന് കഴുകിയെടുത്തിട്ട് വന്നു. കാരണം നമുക്ക് ഉള്ളി വെക്കേണ്ടതാണല്ലോ. ഇത് ഞാൻ അമ്മയുടെ ചെടിച്ചട്ടിയിൽ നിന്ന് മോഷ്ടിച്ചതാണ്. അപ്പം ഇത് ആക്ച്വലി സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. ഐ ലവ് പ്ലാന്റ്സ് ആക്ച്വലി. എനിക്ക് ഭയങ്കര പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിലൊക്കെ പ്ലാന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് വാങ്ങിക്കണത്. ഇനി ഒരു ബുദ്ധൻ്റെ ഷേപ്പിലുള്ള ഒരു പോട്ടോട്ടുണ്ട്, അതും കൂടെ എനിക്ക് ഫിൽ ചെയ്യണം എന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഐ ഹോപ്പ് ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് ഫില്ല് ചെയ്ത് ഓരോ പ്ലാന്റിനെ വെക്കുകയാണ്. ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. നനവിൻ്റെ ആവശ്യം ഇല്ലാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ നല്ലോണം വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണിത്. കാരണം അത്ര കെയറിൻ്റെ ആവശ്യമില്ല. എന്നും പറഞ്ഞാൽ വെള്ളം കൊടുക്കാതിരിക്കരുത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു കുറച്ച് വെള്ളം അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യുമെന്നറിയോ, ഇതങ്ങ് അഴുകിപ്പോകും, ഇതിൻ്റെ ലീവ്സും അതിൻ്റെ ആ തണ്ടും ഒക്കെ. അപ്പം ഞാൻ എല്ലാ പോട്ട്സിലും പ്ലാന്റ്സ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിൽ കൊണ്ടുവയ്ക്കാം. അപ്പം ഞാൻ ആ ജനലിൻ്റെ അവിടെയായിട്ടാണ് ഇത് വെക്കാൻ തീരുമാനിച്ചത്. അപ്പം ഞാൻ അങ്ങനെ ഓരോന്നെടുത്തിട്ട്, അവിടെ ഓൾറെഡി ഒരു പ്ലാന്റ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അപ്പം അത് ഞാൻ എൻ്റെ റൂമിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിരത്തി വെക്കാം എന്നാണ് എൻ്റെ പ്ലാൻ. ഞാൻ ഓരോന്നും എടുത്ത് ഇങ്ങനെ കൊണ്ട് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പം അവിടെ ആകുമ്പോൾ കുറച്ച് സൺലൈറ്റും കിട്ടും. മോർണിംഗ് സൺലൈറ്റ് നല്ലതുപോലെ കിട്ടുന്നൊരു ജനലാണിത്. അപ്പം അവിടെ ഇരിക്കുമ്പോൾ ഇതിന് സൺലൈറ്റും കിട്ടും. പിന്നെ അത്ര വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ആയിക്കോളും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ലേ എല്ലാം അല്ലേ. ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ ദിസ് ഇസ് ഭാവന ആൻഡ് യു ആർ വാച്ചിങ് ഭാവന ഭൗമൻ. അപ്പം നമ്മൾ അവിടെ ഫുള്ള് എല്ലാം ഞാൻ 5 എണ്ണം ഇങ്ങനെ ഓരോന്നായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയിലേ കാണാൻ, ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ. എനിക്ക് വൈറ്റ് പോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളിൽ തന്നെ 2 ലക്കി ബാമ്പു ഇരിപ്പുണ്ടായിരുന്നു. വെള്ളം കിട്ടാതെ അത് മരിക്കാറായപ്പോൾ ഞാൻ അതിന് ജീവൻ കൊടുക്കുകയാണ് ഗൈസ്, ജീവൻ. അപ്പം ഞാൻ അതിനെ തിരിച്ച് ആ പോട്ടിൽ നിന്നും എടുത്തു. എന്നിട്ട് അപ്പോൾ നോക്കിയപ്പോൾ വേരൊക്കെ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീവ്സൊക്കെ വാടി, പിന്നെ ആ ഒരു സോയിലുണ്ടല്ലോ അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം വേണം, സൺലൈറ്റ് വേണം, അങ്ങനത്തെ ഒരു പ്രത്യേകതരം ചെടിയാണ്. അപ്പം നമ്മൾ ഉള്ളിൽ വെച്ചാൽ പോലും വീക്ക്ലി വൺസ് ഇതിനെ ഒന്ന് പുറത്ത് വെയിൽ കാണിക്കണം, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെൻ്റെ ആക്ച്വലി എൻ്റെ റൂമിലിരുന്നതാണ്. അപ്പം ഞാൻ തിരിച്ച് ട്രിവാൻഡ്രം വരുമ്പം ഇതിന് വെള്ളവും വെയിലും ഒന്നും കൊള്ളാത്തതുകൊണ്ട് അത് ചീത്തയായി പോകും. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് കെയർ ചെയ്യാം, ഇനി ആകട്ടെ നല്ലതുപോലെ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് സെറ്റാക്കി. ആ ഒരു സോയിൽ നമ്മൾ ജസ്റ്റ് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ വേറൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതും ഇതേപോലെ വെള്ളം കിട്ടാണ്ട് മുരടിച്ച് പോകാമെന്ന് പറയും, അങ്ങനെ ആയിപ്പോയി. അപ്പം എനിക്ക് സങ്കടമായിട്ട് ഞാൻ എപ്പോഴും ഓർക്കും ഇത് ചെയ്യണമെന്ന്. അറ്റ് ലാസ്റ്റ് എനിക്ക് സമയം കിട്ടി. ഇപ്പം ഞാൻ ഓർത്തു ഇപ്പം തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ നീണ്ടു പോകത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ അതെല്ലാം സെറ്റ് ചെയ്യാണ്. ഓക്കെ. അപ്പം ഇതിൻ്റെ ആ ഇല ഉണ്ടോ, ഈ ഇലയുടെയൊക്കെ കളർ മാറും. അപ്പം ഇനി ഞാൻ അതിൻ്റെ ഇല എടുത്ത് കളഞ്ഞാൽ ലാസ്റ്റ് അതിൽ തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബ്രാഞ്ചസ് പോലെ പിന്നെ ആയിക്കോളും. സോ ദാറ്റ് ഈസ് ലക്കി ബാമ്പു. ആക്ച്വലി ഇത് വെള്ളത്തിലും ഇട്ട് വെക്കാം കേട്ടോ. എൻ്റെ റൂമിൽ വെള്ളത്തിലും ഇരിപ്പുണ്ട്. അല്ലാതെ നമുക്ക് ചട്ടിയിൽ വെക്കാം, മീൻസ് സോയിലിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണേലും കിളുത്തോളും. പക്ഷെ സൺലൈറ്റ് വേണം. പക്ഷെ ഒത്തിരി സൺലൈറ്റ് കൊണ്ടാൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് വലുതായി പോവുകയും ചെയ്യും. ഇപ്പോൾ ഒരു കെയറിങ് നമ്മൾ കൊടുക്കണം ഇതിന്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോവും, ഉണങ്ങിപ്പോകും. ഇതിൻ്റെ ആ ഒരു സ്റ്റെം ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോകും. വെള്ളം ഒത്തിരി കൂടുതലാണെങ്കിൽ അത് അഴുകി പോവുകയും ചെയ്യും. സോ എനിക്കിതിന് നല്ല കെയർ വേണ്ടൊരു ചെടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോഫാർ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്.
പിന്നെ ചിലവർ ഇതിനെ കുറേ ആക്ച്വലി ഇതിന് പുറകിൽ എന്തൊക്കെയോ കുറേ സ്റ്റോറീസ് ഉണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ലക്കി ബാമു. ലക്ക് കൊണ്ടുവരുന്ന ഒരു ചെടിയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഐ തിങ്ക് ചൈനീസ് വിശ്വാസപ്രകാരം ഇതിന് എന്തൊക്കെയോ കുറേ ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ്. ഈ കണ്ടിട്ടില്ലേ ചിലവർ ഈ കുടത്തിൽ കുറേ വെള്ളത്തിൽ 21 പീസസ് ഓഫ് അങ്ങനെ എന്തോ ബാംബൂസ് വെക്കുക, അങ്ങനത്തെ കുറേ എന്തൊക്കെയുണ്ട്, അങ്ങനെ വെക്കുക. ഇതിനെന്തോ കണക്കുണ്ട്, ഇത്ര ഇത് വെക്കണം എന്നുള്ളതും. പിന്നെ പൊസിഷനൊക്കെ ഉണ്ട്. കുറേ എന്തൊക്കെയോ നോക്കിയിട്ടും വെക്കുന്ന ആൾക്കാരുണ്ട്. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പേര് ഇറ്റ് സെൽഫ് കോൾഡ് ലക്കി ബാംബു എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ചട്ടിയിൽ അത് ഫുള്ളി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വൺ അതും ഇതേപോലെ ഞാൻ ഇളക്കി മാറ്റി. എന്നിട്ട് അപ്പോൾ അതിൽ കുറേയും കൂടെ മണ്ണ് കുറവാണ്. അപ്പോൾ ഞാൻ എന്തെടുത്തു, ഞാൻ കുറച്ചുകൂടെ മണ്ണ് കൊണ്ടുവന്ന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഈ മണ്ണൊന്ന് ഞാൻ ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് അതിൽ നല്ലതുപോലെ മണ്ണ് കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ എന്തെടുത്തു, കുറച്ചുകൂടെ മണ്ണ് കൊണ്ട് സെറ്റ് ചെയ്തിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2 ചട്ടിയിലും ചെടികളൊന്നും കൂടെ ഒന്ന് റീപ്ലാന്റ് ചെയ്തു. അപ്പം റീപോർട്ടിങ് കഴിഞ്ഞിട്ട് ഇനി ഇത് നമുക്ക് ഉള്ളിൽ കൊണ്ടുവയ്ക്കാം. ഇത് ഞാൻ ആ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചത്. അപ്പം നമുക്കിങ്ങനെ കയറിപ്പോകുമ്പം, എനിക്ക് എൻ്റെ റൂമിലോട്ട് കയറിപ്പോകുമ്പം ഒരു രസം കണ്ടില്ലേ, ഇങ്ങനെയാണ് എൻ്റെ വ്യൂ. അപ്പോൾ ഇനിയും നമുക്ക് മോർ ആൻഡ് മോർ പ്ലാന്റ്സ് വയ്ക്കാം. അത് കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ ബീഫ് കറി ഉണ്ടാക്കി. ഇതിൻ്റെ വീഡിയോ ഞാൻ വരുന്നുണ്ട്, എൻ്റെ റെസിപ്പി. അപ്പം കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ, എങ്കിലല്ലേ എൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആദ്യമായിട്ട് ബീഫ് കറി വെച്ചു. പക്ഷെ എനിക്ക് അമ്മയുടെ ബീഫ് കറിയുടെ അത്ര ടേസ്റ്റ് തോന്നിയില്ല. എനിക്കത് അത്ര തോന്നിയില്ല. എങ്കിലും ബീഫ് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ എങ്ങനെ വെച്ചാലും ബീഫ് കഴിക്കും. സോ ഇതായിരുന്നു. ബിക്കോസ് അമ്മയ്ക്ക് ഇന്ന് പറ വരുന്നുണ്ട്, അമ്മ ഇത് തൊടുകയോ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് നോ. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് ഇറ്റ്. എനിക്കെന്തായാലും കഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചു. എന്തല്ലേ കാണുമ്പോൾ ഇപ്പോഴാണെങ്കിലും വായിൽ കപ്പലിടുന്നു ഗൈസ്. ഞാൻ വെച്ചതുകൊണ്ട് പറയില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേങ്കിലും അമ്മ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കപ്പയും ബീഫുമാണ് കഴിച്ചത്, എൻ്റെ ഫേവറേറ്റ്. സോ ഹായ് ഗായ്സ്. സോ എൻ്റെ രാവിലത്തെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയൊക്കെ കണ്ടു അല്ലേ. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു, നേരെ ഞാൻ ഉറങ്ങി കേട്ടോ. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നത് ഞാൻ പണ്ട് എനിക്കില്ലാത്ത ശീലമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിപ്പോകും. ഇനി ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങിപ്പോയതാണ്. ഇപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പം എനിക്കിനി ഒരു ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്കതിന് റെഡി ആവണം. ടൈമില്ല, കാരണം വെട്ടം പോകുന്നതിന് മുമ്പ് എടുക്കണം. അതിന് എൻ്റെ അനിയൻ്റെ കാല് പിടിക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പം അതിൽ ഡ്രസ്സ് ഞാൻ തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. യെല്ലോ വൺ കയറുമോ എന്നുള്ളതും എനിക്ക് സംശയമാണ്. അപ്പോൾ അതിന് അയൺ ചെയ്യണം, റെഡി ആവണം, വീഡിയോ എടുക്കണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നാളെ ഞാൻ തിരിച്ച് ട്രിവാൻഡ്രം പോകും. അപ്പോൾ എനിക്ക് പാക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഞാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഷൂട്ടിങ്ങിന് പോയാലോ. എവിടെയെങ്കിലും പോയാൽ എൻ്റെ ഫുൾ റൂം മെസ്സപ്പ് ആവും. എന്നിട്ട് വേണം വൃത്തിയാക്കാനേക്ക്. നിങ്ങൾ വിചാരിക്കില്ലേ ഈ പെണ്ണി തന്നെ പണി, എപ്പോഴും അലങ്കോലം ആക്കുന്നു ക്ലീൻ ചെയ്യുന്നു, അലങ്കോലം ആക്കുന്നു ക്ലീൻ ചെയ്യുന്നു. അതേ ഗൈസ്, എനിക്കിതൊക്കെ തന്നെ പണി. അപ്പോൾ നമുക്ക് എന്തായാലും വെട്ടം പോകുന്നതിന് മുമ്പ് വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യാം. ഓക്കെ, കം ഓൺ. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡി ആയപ്പോഴത്തേക്കും പറ വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അമ്മ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ലൊക്കേഷൻ ഹണ്ടിലേക്ക് പോയി. അപ്പോൾ അവൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ അനിയൻ്റെ സ്കൂളിന് അടുത്തായിട്ട് കുറേ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട്. കണ്ടോ, എത്ര ഭംഗിയല്ലേ, എന്ത് ഭംഗി കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറേ ലൊക്കേഷൻ കിട്ടി. ഇനി വരുന്ന വീഡിയോസൊക്കെ ഇവിടെ നിന്നൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനത്തെ കുറേ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ടെന്നൊക്കെ. ഞാൻ ഇവൻ്റെ കൂടെ പോയപ്പോഴാണ് കാണുന്നത് തന്നെ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. എനിക്ക് ഏറ്റവും വലിയ പറ്റിയ അബദ്ധമായിരുന്നത് 4 മണിയായിട്ടും ഇവിടെ വെയിൽ താഴ്ന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നമ്മുടെ റോഡിൽ നിന്നാണ് ഞാൻ ഡാൻസ് കളിച്ചത്. അപ്പോൾ കാലും പൊള്ളുന്നുണ്ട്, കണ്ണു തുറക്കാനും പറ്റുന്നില്ല. പിന്നെ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ട്, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഷോർട്സ് ആണ്, ഡാൻസ് വീഡിയോ. അത് കണ്ടോ, നിറയെ മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിന്നപ്പം ഒരു കുട്ടി പയ്യനെ ഞങ്ങൾ കണ്ടു. അവൻ ചൂണ്ടയിടാൻ വന്നിട്ടുണ്ടായിരുന്നു. ചൂണ്ടയിടുന്ന വീഡിയോ. ഹായ് പറ, നോക്ക്. അങ്ങനെ അവനോട് ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാ അടുത്തൊരു സ്ഥലം. ഇത് ചിറയാണെന്നാണ് അവൻ പറഞ്ഞത്. എനിക്കറിയില്ല സംഭവം എന്താണെന്ന്. കുളം പോലെയൊക്കെ എനിക്ക് തോന്നി, പക്ഷേ ഇതിനെ ചിറയെന്ന് പറയും. ഇവിടെ കുറേ പേര് മരിച്ചിട്ടുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു. സോ നല്ല ഭംഗിയില്ലേ സ്ഥലം കാണാൻ. അപ്പം അടുത്ത കുറേ എൻ്റെ വീഡിയോസൊക്കെ ഈ പ്രദേശങ്ങളിൽ നിന്നായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അങ്ങനെ തിരിച്ച് ബാക്ക് ടു വീട്ടിലേക്ക് പോയി. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണ് വേറെ എൻ്റെ അച്ഛൻ പഠിച്ചത്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് എൻ്റെ കോളേജുണ്ട്. ഞാൻ ബി ടെക് കംപ്ലീറ്റ് ചെയ്തത്
സോ ദിസ് ഈസ് മൈ കോളേജ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് ദൂരം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കോളേജിലേക്ക്. അപ്പോൾ ഇങ്ങനെ ആ വഴിക്ക് പോയപ്പോൾ പഴയ നൊസ്റ്റാൾജിക് മൂമെൻറ്റ്സ് ഒക്കെ ഓർമ്മ വന്നു. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ആ ഗേറ്റിൻ്റെ പുറത്തായിരിക്കും ഞാൻ ലേറ്റായിട്ട്. വീടിൻ്റെ അടുത്താകുമ്പോൾ നമ്മൾ എന്തായാലും കോളേജിലെത്താൻ ലേറ്റ് ആകുമല്ലോ. യെസ് ഗൈസ്, നല്ല വെയിലത്ത് പോയി ഡാൻസ് കളിച്ചിട്ട് വന്ന് ക്ഷീണിച്ചു ആക്ച്വലി. എന്ത് വെയിലായിരുന്നു. നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടു അല്ലേ. ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെട്ടം പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓടിയത്. പക്ഷെ ഭയങ്കര വെയിലായിപ്പോയി. ഇനിയിപ്പം ഞാൻ ഓർത്തു, എന്നും എനിക്ക് വീട്ടിൽ വന്നാൽ ക്ലീനിങ് ഉള്ളതാണ്. എൻ്റെ റൂം ഫുള്ള് ഞാൻ സാധനം എടുക്കുമ്പോൾ മെസ്സാവും. പിന്നെ എനിക്ക് ഒന്ന് ഹെയർ വാഷ് ചെയ്യണം, കുളിക്കണം, സെറ്റാവണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നാളത്തേക്ക് പോകാനുള്ളതെല്ലാം പെറുക്കി വെക്കണം. പിന്നെ കുറച്ച് എനിക്ക് എഡിറ്റിംഗ് ഒന്ന് നോക്കി പഠിക്കണം എന്നുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് കുറച്ച് പഠിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ. പിന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് സ്പേസ് കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോണിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാക്കണം എനിക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂസ് എടുക്കാൻ. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. പിന്നെ ഷോർട്സ് ആണെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.